ഇന്നലെ ബിവറേജിൽ പോകാൻ വേണ്ടി പറഞ്ഞു വിട്ടു. പില്ലർ നമ്പർ 403 അവിടെ മുറുക്കാൻ കട. അല്ലല്ല അതാകാനുള്ള വഴി. എന്താണോ താൻ ഉദ്ദേശിക്കുന്ന ആള് ഞാനേ അല്ല. പ്രിയദർശനാളിയോ? എനിക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ലെന്ന് കരുതിയല്ലേ അളിയനെന്താണ് ഈ കോലത്തിലൂടെ ഒന്നിക്കുന്നത്? അല്ല ഞാനേ അളിയ ഒരു കാര്യം ഞാൻ പറയുവാണ്, എന്റെ പെങ്ങളെ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചു തന്നത് ഇതുപോലെ പെൺവേഷം കെട്ടി ഇവിടെ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കാനല്ല. എനിക്ക് വിഷമമുണ്ടെന്ന്. എന്താ വിഷമം? എന്റെ ഭാര്യ നിന്റെ പെങ്ങള് അവക്ക് പ്രിയദർശിനി ബസ്സിൽ സൗജന്യ യാത്ര, എന്റെ അമ്മയ്ക്ക് പ്രിയദർശിനി ബസ്സിൽ സൗജന്യ യാത്ര, എന്റെ ഭാര്യയ്ക്ക് എല്ലാവർക്കും പ്രിയദർശിനി സൗജന്യ യാത്ര. പക്ഷേ പ്രിയദർശൻ എന്ന പേരുള്ള എനിക്ക് പ്രിയദർശിനി ബസ്സിൽ എന്തിന്റെ സൗജന്യ യാത്ര തരാത്ത കാര്യമുണ്ടോ? ഇതെന്തൊരു കഷ്ടമാണെന്ന് പറയാം. ഗവൺമെന്റിന്റെ പുതിയൊരു ഇതല്ലേ പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിട്ട് യാത്ര കൊടുക്കുന്നത്? ആ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല നിനക്കും ഫ്രീ ആയിട്ടാണ് നീ യാത്ര ചെയ്യുന്നത്. ചേട്ടാ ഞാൻ ഫാസ്റ്റിലെ ഡ്രൈവർ, ഞാനുണ്ടെങ്കിലേ വണ്ടി ഓടത്തുള്ളൂ, അല്ലാതെ ചുമ്മാ ടയർ ഉരുട്ടി അങ്ങോട്ട് വിടാനായിട്ട് പറ്റുമോ? അല്ല ഇതെന്റെ പ്രതിഷേധമാണ്. പ്രതിഷേധം എന്താണ്? പ്രതിഷേധം. ഇത് പ്രതിഷേധമൊന്നുമല്ല, പിന്നെ പണ്ടങ്ങാണ്ട് മനസ്സിൽ കിടന്ന ആഗ്രഹം ഉരുട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് മേക്കപ്പ് ഇട്ട് നിൽക്കുന്നതാണ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് അളിയ. അളിയ ഇതൊന്നും കണ്ടിട്ടല്ല ഞാൻ എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തന്നത്. വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാർക്ക് കെട്ടിച്ചു കൊടുക്കണ്ടായിരുന്നു. അപ്പൊ നിനക്കറിയാം വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാർ നിന്റെ പെങ്ങളെ കെട്ടൂലെന്ന്. എന്റെ അളിയ അതാണ് ഞാൻ ഈ പറഞ്ഞത്. കളിയാക്കാൻ നിൽക്കണ്ട. ഞാൻ എത്ര രൂപ ചെലവാക്കിയെന്ന് അറിയാമോ? 2500 ചെലവാക്കി മേക്കപ്പ് ഇട്ടാണ് ഞാൻ അവിടെ വന്ന് നിൽക്കുന്നത്. അറിയാം എത്ര രൂപയായിരുന്നു ബസ് കൂലി? ഓൺ സൈഡ് 30 രൂപ. 30 60 ഗുണവാക്ക് വേണ്ടിയിട്ടാണ് 2500 രൂപ കൊടുത്ത് മേക്കപ്പ് ഇട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ തലയ്ക്ക് ഓളമാണ്. ഞാൻ ബസ്സിൽ കയറി പോകും. എന്താ ബസ്സിൽ കയറി വേഷം ഇട്ട് എന്നെ ബസ്സിൽ പോകും. ഇതെന്തോ ഇതിനകത്ത്? ഇത് തലയാണ് എന്നെ ബസ്സിനകത്ത് കിടക്കാൻ പോണം. ഈ ബസ്സിൽ ഫ്രീ എന്ന് പറഞ്ഞോണ്ടേ ഭയങ്കര തിരക്ക്. അപ്പൊ തിരക്കാകുമ്പോ ഞാൻ ഇത് വയറ്റി വെച്ച് കെട്ടിയിട്ട് ഗർഭിണി എന്ന് പറഞ്ഞ് കയറി സീറ്റ്. ഒന്നാമത് എനിക്ക് വലിവിന്റെ അസുഖമുള്ളതാണ്. ഞാൻ നേരെ ഇപ്പൊ മെഡിക്കൽ സ്റ്റോർ വരെ പോകും. മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നും മേടിച്ച് തിരിച്ചു വരാൻ നേരത്ത് അളിയൻ ഈ വേഷം മൊത്തം അടിച്ചു വെച്ചേക്കണം, വീട്ടിലോട്ട് വന്നോണം. ഞാന് നിങ്ങളുടെ അമ്മായപ്പനോട്ടല്ലേ എന്റെ അച്ഛൻ, ഞാൻ വിളിച്ച് പറയും ഞാൻ മര്യാദക്കായിട്ട് കൂടെ വന്നോണം. പിന്നെ മര്യാദക്ക് ഒരുങ്ങിന്നോണം. കണ്ടപ്പോ അളിയന് മനസ്സിലായി. അപ്പൊ ഇനി ആരെങ്കിലും കണ്ട് തന്നെ മനസ്സിലാക്കില്ല, ഒരു കുണുക്കം കൂടെ ഇട്ട് കൊടുക്കാം. ഒരു കുണിയൊക്കെ നിന്ന് അങ്ങനെ എന്നെ കണ്ടുപിടിക്കണം. ഞാൻ ബസ്സിൽ കയറി പോകും. ഞാൻ ഇങ്ങനെ ബസ്സിൽ കയറി. പീറ്ററേ, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പാർട്ടി ഫണ്ട് അനുവദിച്ച് കിട്ടണ്ടേ റോഡ് വികസനത്തിന്? അതേന്ന് ഇത് നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല. പാർട്ടി ഫണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയാലേ പീറ്റർ നടക്കൂ. എന്തോന്ന് എന്റെ കയ്യിൽ നിന്ന് എടുക്കാനോ? എന്റെ പീറ്റർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ ഞാൻ കഞ്ഞിവെള്ളം എടുത്ത് ഈ കതറിൽ ഞാൻ മുക്കിയാണ്. ഓക്കെ, മസ്കറ്റ് ഹോട്ടലിൽ നമുക്ക് സംസാരിക്കാം ഇതിനെ കുറിച്ച്. മസ്കറ്റ് ഹോട്ടലിൽ മതി. മസ്കറ്റ് ഹോട്ടലിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ സംസാരിക്കാം. ഞാൻ സംസാരിക്കാം. പിന്നെ ആര് സംസാരിക്കാനാണ്? പീറ്ററെ, മസ്കറ്റ് ഹോട്ടൽ ഒരു ചേഞ്ച് ഉണ്ടേ. അട്ടക്കുളങ്ങര ഇന്ദിരാ ലോഡ്ജ്. ഓക്കേണാ? അവിടെ മതി. മീറ്റിംഗ് അവിടെ അറേഞ്ച് ചെയ്യാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാനൊരു പ്രകടനത്തിന് നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആരാ മനസ്സിലായില്ല? ഞാൻ ഇപ്പൊ പെട്ടിയെടുത്ത് തന്നേ. അതല്ല, ഇവിടെ എങ്ങും കണ്ടിട്ടില്ല, ഈ ഭാഗത്തൊന്നും കണ്ടില്ല. അല്ലായിരുന്നു. അല്ല, എവിടെ താമസം? പൈപ്പിൻ ലൈനിലായിരുന്നു താമസം. അപ്പൊ എങ്ങനെയാണ് ഈ നല്ല സ്പീഡിന് വെള്ളം വരുമ്പോ എല്ലാരും കൂടി എങ്ങനെ നിന്ന് കൊടുക്കും? അതല്ല, പിന്നെ ആ പൈപ്പിന്റെ അല്ല, പിന്നെ മറ്റേ അവിടെ പൈപ്പിൻ ലൈൻ നമ്മുടെ സ്ഥലമില്ലേ? പൈപ്പ് ലൈൻ. പൈപ്പ് ലൈൻ അവിടെയാണ് താമസം. അപ്പൊ അവിടെ എവിടെ? അവിടെ ഈ 11 kV ലൈനില്ലേ, അതിന്റെ അടിയിലാണ് താമസം. മൊത്തം ലൈനാണല്ലേ? അങ്ങനെയൊക്കെ. ഞാന് രാഷ്ട്രീയമാണ് കേട്ടോ. രാഷ്ട്രീയക്കാരനാണോ? അയ്യോ, രാഷ്ട്രീയക്കാരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോദിക്കുന്നുണ്ട് എന്ന് തോന്നരുത് കേട്ടോ, ഞാൻ അങ്ങനെ ഉള്ള ആളല്ല. പറഞ്ഞു. അത് ഈ രാഷ്ട്രീയക്കാർ പൊതുസമ്മേളനത്തിന് നിങ്ങള് ചെന്നിരുന്നിട്ട് തോളോട് തോൾ തിരിഞ്ഞ് രഹസ്യം പറഞ്ഞ എന്തിനാ? അല്ല, ആ രഹസ്യം എന്ന് പറഞ്ഞാൽ അത് പരസ്യമാക്കാൻ പറ്റൂല. അതെന്താ? പിന്നെ അവിടെ ഇരിക്കാൻ കസേര പോലും കിട്ടൂല. അയ്യോ, അങ്ങനെയാണ്. അങ്ങനെയുണ്ട്. പിന്നെ അതല്ലേ നമ്മളത് വ്യക്തമാക്കാത്തത്. എവിടെ പോകുന്നു? അല്ല, ഞാന് അങ്ങനെയല്ല. ഞാന് ഈ തേക്കടിക്ക് ഇപ്പൊ ബസ് ഉണ്ടോ ഇവിടെ? തേക്കടിക്ക് ബസ് ഉണ്ടോ? തേക്കടിക്ക് ഇപ്പൊ ബസ് വരുമെങ്കിൽ ഞാൻ തടയും.
തേക്കടി ഈ ഭാഗത്ത് വന്നാ തടയും. തേക്കടിക്ക് ബസ് ഇപ്പൊ വരേണ്ട കാര്യം എന്തോന്നു? അല്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ഇപ്പൊ തേക്കടിക്ക് ബസ് വരേണ്ട കാര്യം. പിന്നെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ? അല്ല അങ്ങനെ പോണു നമ്മുടെ എങ്ങനെ പോണു. രാഷ്ട്രീയത്തിലാണെന്ന് പറഞ്ഞില്ല. രാഷ്ട്രീയത്തിലാണ്. അതെ, രാഷ്ട്രീയത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക? പിന്നെ ഇവിടെ സ്ത്രീകൾക്ക് എതിരെ എന്തെങ്കിലും ആക്രമണമോ പ്രശ്നങ്ങളോ നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഈ വളഞ്ഞ വഴിയിൽ സതീശൻ അറിയും. അതെ, അങ്ങനെ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീക്ക് പൊതുവഴിയിലൂടെ നടക്കാൻ പറ്റൂ? ഓരോരുത്തന്മാര് കഞ്ചാവ് മരിച്ചോണ്ട് അതും പറയുക എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും. അതല്ലേ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോഴും വീട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാവില്ലേ? മനസ്സിലായില്ലേ എന്നെ? ഇല്ല. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ഞാനും വേറെ എന്റെ കുടുംബമല്ല വലുത്. സ്ത്രീകളുടെ ഉന്നമനമാണ് എനിക്ക് വലുത്. കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഇപ്പോഴാണോ വീട്ടുകാരറിഞ്ഞ തിരക്കൂലേ? വിഷയമല്ല. ഇനി വൈകുന്നേരം വീട്ടിൽ പോകണം. 7 മണിക്ക് പോവാന്ന് പറഞ്ഞപ്പോ 7 മണിക്ക് വീട്ടിൽ പോകണല്ലോ. ഒരു പൂവാക്കി ഇങ്ങനെ ഉണ്ട്. ചേടാ, ഈ പെണ്ണുങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച് ഇത് എന്തോ ചെയ്യാനാണെന്ന് പറ. നിങ്ങൾ എല്ലാരും ഫ്രീ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളിക്കയറാനായിട്ട് നിൽക്കരുത്. ഞാൻ നോക്കിക്കോളാം. ബഹളം ഉണ്ടാക്കല്ലേ. ഒന്നാമത് വണ്ടി ഓടിക്കട്ടോ. ബഹളം ഉണ്ടാക്കരുത്. മനുഷ്യൻ വേറെ ഒരു ടെൻഷനുമായിട്ട് നിൽക്കണം. അതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ചേടാ, ഇവിടെ നിന്നാണ് കാണുന്നില്ല. ഒരു നീല KSRTC ബസ് ഇവിടെ ഉണ്ടായിരുന്നു, കാണാനില്ല. നീല KSRTC? നീല കളറിലെ ഒരു KSRTC ബസ്. ഇവിടെ നീല കളറിലെ KSRTC ബസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു നീല ടാർപ്പ പോലത്തെ ഒരു പെട്ടിയാട്ടോസ് ഉണ്ടായിരുന്നു. അത് അങ്ങോട്ട് പോയിട്ടുണ്ട്. അല്ല, ഈ KSRTC ബസ് മറ്റേ മുല്ലപ്പൂവൊക്കെ തലേ വെച്ചോണ്ട് നിന്നിട്ടു. മുല്ലപ്പൂവൊക്കെ വണ്ടിയുടെ ഫ്രണ്ടിൽ കെട്ടിയിട്ട്. മുല്ലപ്പൂവൊക്കെ കെട്ടി വെച്ച്. അതേത് വണ്ടി? എന്തോ പറയാനാണോ അവനെ വിളിച്ചിങ്ങോട്ട് പറയുകയും ചെയ്ത് വണ്ടി കൊണ്ട് വരാന്നും പറഞ്ഞു. അല്ല, താനാരാ? ഞാന് രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോ പോസ്റ്ററിലൊക്കെ ഉണ്ടോ? പോസ്റ്ററിലിരിക്കാൻ ഞാൻ തോന്നുന്നു മൈദമാവാ. അല്ല, രാഷ്ട്രീയക്കാരനെന്ന് പറഞ്ഞു. രാഷ്ട്രീയക്കാരൻ പോസ്റ്ററിൽ ഇരിക്കേണ്ട കാര്യമുണ്ട്. അല്ല, പിന്നെ രാഷ്ട്രീയത്തിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ട് ഇന്റർവ്യൂ കാണണം. മന്ത്രിമാരുമായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ കാണണം. അപ്പൊ എന്നെ കാണാം. മന്ത്രിമാരുടെ ഇന്റർവ്യൂ ഞാൻ ഇതുവരെ ഇന്റർവ്യൂല് കണ്ടിട്ടില്ലല്ലോ. മന്ത്രിമാരുടെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ എത്തി നോക്കുന്ന ആരാ? അതാണോ ഞാൻ? ആരുമല്ല, എല്ലാ ഇന്റർവ്യൂലും ഉണ്ട് ഇങ്ങനെ. അല്ല, ഇപ്പൊ എവിടെ പോ നിൽക്കുവോ? തിരുവനന്തപുരത്തേക്ക് പോവാ. തിരുവനന്തപുരത്ത് എന്താ? നിയമസഭയില്ലേ, കൊച്ചിയിലേക്ക് ആക്കാനുള്ള തീരുമാനം. നിയമസഭാ മന്ദിരോ? കൊച്ചിയിലോട്ടോ? അതെ. അതെന്തിനാ യാത്രാ സൗകര്യം? നമുക്ക് എയർപോർട്ടും കാര്യങ്ങളൊക്കെ അടുത്തപ്പോ ഇങ്ങോട്ട് ആക്കാനുള്ള തീരുമാനം. അല്ല, ഈ നിയമസഭാ മന്ദിരം എന്താണ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി കൊണ്ട് വെക്കുന്നത്? പിന്നെ അല്ല, നിന്റെ ഉച്ചി കൊണ്ട് വെക്കണം, നിന്റെ സൗകര്യത്തിന്. എടാ, ഇത് നമ്മൾ രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്നത് എവിടെ കൊണ്ട് വെക്കണം, എങ്ങനെ വേണോന്ന്. ഇത് വെക്കേണ്ടത് അതല്ല, ഞാൻ നമ്മളൊരു അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചു പോയതാണ്. നീ മന്ത്രിമാരെ കേട്ട് നല്ല ഇതാണ്. പിന്നെ നിയമസഭാ മന്ദിരത്തിനകത്തൊക്കെ കയറിട്ടുണ്ടോ? അല്ല, ഈ ഒരു ട്രാൻസ്ഫറിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. സെറ്റ് ആക്കാവുന്ന കാര്യങ്ങളല്ലോ. അല്ലെ, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ നിയമസഭാ മന്ദിരത്തിൽ ഈ MLA-മാരൊക്കെ സംസാരിക്കാറുണ്ടല്ലോ. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, അങ്ങോട്ട് അതിന് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഈ MLA-മാരൊക്കെ സംസാരിക്കാറുണ്ടല്ലോ. അപ്പൊ ഈ സ്പീക്കർ എന്തിനാ തിരിച്ചു പറയുന്നത്? സ്പീക്കർ തിരിച്ചു പറഞ്ഞില്ല, ഈ സ്പീക്കർ അടിച്ചു പോയെന്ന് വിചാരിക്കും. വരുന്നില്ലല്ലോ ഇത്. ഇല്ല, ഞാനത് താനിതെന്തോ ഈ നോക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തെ എങ്ങോട്ട് പോയെന്നറിയാൻ വയ്യ. എന്റെ സുഹൃത്ത്, താൻ ഇങ്ങോട്ടൊന്ന് വന്നേ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ നിയമസഭാ മന്ദിരം അവിടുന്ന് പൊളിക്കുന്നെന്ന് പറഞ്ഞു. അതെങ്ങനെ അവിടുന്ന് പൊളിക്കുവാണോ അതോ കൊച്ചിയിൽ പുതിയതായിട്ട് പണിയുവാണോ? അല്ലല്ല, പിന്നെ ശംഖുമുഖം കടപ്പുറത്ത് കൊണ്ടുവന്നിട്ടേ തള്ളി അങ്ങ് ഇറക്കും കാറിലോ. എന്നിട്ട് ഇവിടെ കൊച്ചിയിൽ ചീന വരയിൽ പൊക്കിഞ്ഞെടുത്ത് വെക്കും. എന്ത് പറയാന്ന് പറഞ്ഞാൽ ഇത് പണിയണ്ടേ? ഇത് ഇവിടെ പണിഞ്ഞല്ലേ പറ്റും. വേറെ കാര്യം, ഞാൻ വേറെ മൂഡില്ല മനുഷ്യ. വേറെ അവസ്ഥ പോയിന്നൊരു പിടുത്തോ കിട്ടില്ല. ഇവിടെ നിൽക്കാൻ പറഞ്ഞത് ഞാൻ കേൾക്കത്തുമില്ല. അതെന്താ പരിപാടി? അതെന്തോ പരിപാടി. ആദ്യം വന്ന ഞാനാ. ഞാൻ നേരത്തെ വന്നപ്പോഴത്തേക്ക് കണ്ടായിരുന്നു. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോണി ഇവിടെ നിൽക്കി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതല്ലേ. ഒപ്പം നേരത്തെ പ്ലാൻ ചെയ്തതാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞാനാണ് ഫസ്റ്റ്. ഞാനാ വന്ന് വർത്താനം. താനിതെന്ത് വർത്താനമാണ്? ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞത്. അമ്മായിയപ്പനോട് വെയിറ്റ് ചെയ്യുവാണ്. എന്നെ വിട്ടുകൊടുക്കല്ലേ? അമ്മായിയപ്പനോട്
വെയിറ്റ് ചെയ്യുന്നു കൊണ്ടുപോയതില് പണി വാങ്ങുന്നു. അമ്മായി എപ്പം വെയിറ്റ് ചെയ്യുന്നു? ഇതെന്തോ കുടുംബത്തോടെ എന്നെ വിട്ടു കൊടുക്കല്ലേ. എടോ ഞാൻ പറഞ്ഞ ഒന്നാമത് എനിക്ക് ഡ്യൂട്ടിക്ക് കയറുന്നതാണ്. ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന കൂട്ടുകാരൻ, എന്റെ കൂട്ടുകാരൻ ഷിബു, അവനെ വിളിച്ച് കാറും കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുള്ളൂ. കാറി കയറ്റി കൊണ്ടുപോകണം. അതിന്റെ കാര്യം കൊണ്ട് അതിനൊക്കെ ഉണ്ട്. എന്റെ പൊന്നെ എനിക്ക് കൊണ്ടുപോയാൻ പറ്റത്തുള്ളൂ. എവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല. എന്റെ ജീവൻ പോണം. ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ എന്റെ ജീവൻ പോണം. താനിതെന്ത് വർത്താനം പറഞ്ഞത്? എന്ത് വർത്താനം? ഞാനാണ് ആദ്യം കണ്ടത്. ഇടോ ഇതെന്റെ അളിയനാന്ന്. അളിയനെ? ആ എന്നാ ഇതെന്റെ കൊച്ചച്ഛനാണ്. കൊച്ചച്ഛൻ എന്താ എനിക്കും പറയാ അറിയാം. എന്റെ കൊച്ചച്ഛൻ. എന്റെ കുഞ്ഞമ്മ തിരക്കിയിരിക്കുക. ഞാൻ കൊണ്ടുപോകണം വീട്ടിൽ. ഞാൻ പറഞ്ഞത് എടോ ഇത് ആണ് പെൺവേഷം കെട്ടി നിൽക്കുന്നത്. പെൺവേഷം കെട്ടി നിൽക്കുന്നത്. പിന്നെ ആണ് പെൺവേഷം കെട്ടിക്കുന്നത്. അതിനെക്കാട്ടി വേറെ എന്തെങ്കിലും പറ. വേറെ പുതിയ ഐഡിയ പറ. പെൺവേഷം കെട്ടിക്കുന്നത്. ഒരു കാര്യം ചെയ്യ്. ആ കാലയിലോട്ട് നോക്കിയാ കുഴിനകം നോക്ക്. കുഴിനകം നോക്ക്. ഇതെന്തോന്ന് ഇഞ്ചി കൃഷിയാ? ഇനിയും മനസ്സിലായില്ലേ? ആ കൈ കൊണ്ടുവന്നില്ല. ഈ കയ്യിലോട്ടൊന്ന് പിടിച്ചേ. തൊട്ട് നോക്കിയേ. കയ്യിൽ പാറ പോലെ ഇരിക്കുന്നുണ്ട. ഇത് കണ്ട അളിയനാണിത്. അളിയനാ? പിന്നല്ലാതെ സംഭവം എന്താണെന്നറിയാമോ? ഇപ്പൊ മറ്റേ പ്രിയദർശിനി ബസ് ഉണ്ടല്ലോ, ഈ ബസ്സിനകത്ത് പെണ്ണുങ്ങൾക്ക് ഫ്രീ യാത്രയാന്ന് പറഞ്ഞു. അതിന്റെ പ്രതിഷേധത്തിന് ഇവിടെ വന്ന് നിൽക്കുവാണ് അയാള്. അയാൾക്ക് ഫ്രീ കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് പെൺവേഷം കെട്ടി വന്ന് നിൽക്കുവാന്ന്. ഒരു നിമിഷം. എന്തോ ആ ഇന്ദിര ലോഡ്ജ് ചെയ്ത് പീറ്റർ വിളിക്കും. പീറ്റർ, മസ്കറ്റ് ഹോട്ടൽ മതി. അതാണ് നല്ലത്. അതായത് കുഴപ്പമില്ല. മസ്കറ്റ് ഹോട്ടൽ മതി. വെറുതെ എന്തിനാ ഒരു തർക്കത്തിൽ ഇരിക്കുന്ന ഞാൻ വിളിക്കാം. നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്? മര്യാദക്ക് ഞാൻ ഓഫീസിൽ പോകാൻ തിന്നാ എന്നെ ഇവിടെ പിടിച്ചെടുത്തേണ്ട കാര്യം എന്തോന്നാ? എന്റെ കാര്യം എന്തോ? നിനക്ക് എന്റെ വയസ്സാകാലത്ത് എന്തിന്റെ കുഴപ്പമാണ്? അല്ല എന്റെ പ്രതിഷേധം എനിക്ക് എന്ത് പ്രതിഷേധം? പെണ്ണുങ്ങൾക്ക് ഫ്രീ കൊടുത്തില്ലേ? പെണ്ണുങ്ങൾക്ക് എന്ത് ഫ്രീ കൊടുത്തു? ബസ്സിൽ കയറാനുള്ള യാത്ര ചെയ്യാനുള്ള പ്രിയദർശിനി ബസ്സിൽ കയറാനുള്ള യാത്ര ചെയ്യാനുള്ള എനിക്ക് എന്റെ പേര് പ്രിയദർശൻ എന്നാണ്. അറിയാമോ? ടിക്കറ്റ് കിട്ടിയില്ല. അറിയാമോ? അത്ര വിഷമോട്ട് എനിക്ക്. ടിക്കറ്റ് പ്രിയദർശിനി ഞങ്ങൾ സിനിമക്ക് ടിക്കറ്റ് കിട്ടാത്ത കാര്യമൊന്നുമല്ല പറയണത്. KSRTC ബസ്സിൽ പെണ്ണുങ്ങൾക്ക് മാത്രം ഫ്രീ ആണല്ലോ. ആണുങ്ങൾക്ക് ഫ്രീ കിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിൽ പ്രതിഷേധിക്ക് ഇറങ്ങിയിരിക്കുവാണ്. ഇങ്ങനെ സാരി കൊടുത്തോണ്ടാണ് നോക്കേണ്ട കാര്യം. ഈ ഇടയ്ക്ക് തന്നെ ബസ് പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത് ഈ അവസാനം ബസ് ബ്രേക്ക് ഡൗൺ ആയപ്പോഴത്തെ ആരാ തള്ളിയത്? ഞങ്ങൾ ആണുങ്ങളെ തള്ളി കൊടുത്തത്. നന്ദിയെങ്കിലും വേണം. ഞാനൊരു കാര്യം പറഞ്ഞത്, എനിക്ക് ഈ ഘോഷയാത്രയ്ക്ക് കൂട്ടിക്കാൻ എനിക്ക് പറ്റൂല. എനിക്ക് വയ്യ. അല്ല അങ്ങനെ പോകാൻ പറ്റും. എന്റെ മര്യാദ കളിയെ വീട്ടിൽ കൊണ്ടാക്കണം. ഞാൻ എന്തിനാ വീട്ടിൽ? ഞാൻ എന്റെ കൂട്ടുകാരെ ഷിബുനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ് കൊണ്ടുപോകാനായിട്ട്. അവൻ ഇൻഫോ പാർക്ക് ഡ്യൂട്ടിക്ക് കയറി. അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. അളിയനെ കൊണ്ടാക്കാതെ തന്നെ ഞാൻ ഇവിടുന്ന് വിടത്തില്ല. ഞാൻ കൊണ്ടാക്കണം. എനിക്ക് എന്താ ഞാനത് കൂടുതൽ വർത്താനം എന്ന് പറഞ്ഞിട്ട് അളിയനെ കൊണ്ടാക്കാതെ ഞാൻ വിടത്തില്ല. എന്തിനാണ് ഈ പറഞ്ഞ? രാഷ്ട്രീയക്കാരന്റെ പെട്ടിയിൽ എന്തിനു പറഞ്ഞ? PMG വരെ പാസ്റ്റിലങ്ങ് ഇറങ്ങും. അവിടുന്ന് ഞാനും പ്രിയദർശിനിയാ.